നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ ഏറ്റവും വിശ്വസ്തവും കാര്യപ്രാപ്തി തെളിയിച്ചതുമായ PSLV റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെട്ടതിന് പിന്നിൽ ISROയിലെ ഒരു മലയാളി അല്ലാത്ത ഒരു ഉന്നത ശാസ്ത്രജ്ഞനാണെന്ന ഞെട്ടിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള കൗമുദി അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അട്ടിമറി സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് പിന്നാലെ ഉന്നത തലത്തിലുള്ള വിദഗ്ധരും സാങ്കേതിക പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു വിഷയത്തിലാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം മെയ് 18 നടന്ന PSLV VC-61 വിക്ഷേപണ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ISRO വസ്തുതാ അന്വേഷണ സമിതിയെയും നിയോഗിച്ചിരുന്നു. പരാജയത്തിന് കാരണമായ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ചില പ്രധാന ശുപാർശകളും സമിതി സമർപ്പിച്ചിരുന്നു. എന്നാൽ വസ്തുതാന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ കേരളത്തിന്റെ അയൽ സംസ്ഥാനക്കാരനായ ഉന്നത ശാസ്ത്രജ്ഞൻ സ്വന്തം നിലയിൽ തിരുത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഗുരുതരമായ തിരുത്തലുകളെയും വീഴ്ചകളെയും തുടർന്നാണ് ഇക്കൊല്ലം ജാനുവരിയിൽ നടന്ന തുടർന്നുള്ള PSLV ദൗത്യവും പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയത്. ഈ സംഭവത്തിന് പിന്നിൽ വ്യക്തിപരമായ സാമ്പത്തിക താല്പര്യങ്ങളാണോ അതോ വിദേശ ശക്തികളുടെ സഹായത്തോടെ നടന്ന ആസൂത്രിതമായ അട്ടിമറിയാണോ എന്ന് കേന്ദ്ര സർക്കാരും സുരക്ഷാ ഏജൻസികളും അന്വേഷിച്ചു വരികയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെയും അന്വേഷണത്തിന്റെയും ഭാഗമായാണ് ISROയ്ക്ക് തൽക്കാലം പുതിയ വിക്ഷേപണ അനുമതികൾ നൽകാത്തത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചതോടെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ വിക്ഷേപണ രംഗത്ത് സജീവമായി തന്നെ രംഗത്തുണ്ട്. വിക്ഷേപണ പ്രക്രിയകളിലും ഉപഗ്രഹ നിർമ്മാണത്തിലും വൻ കുതിപ്പ് നേടിയ ഇത്തരം പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിന്നിൽ വൻതോതിലുള്ള വിദേശ നിക്ഷേപകരാണുള്ളത്. കണക്കുകൾ പ്രകാരം സ്വകാര്യ സംരംഭകർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം $871 ദശലക്ഷം, അതായത് ഏകദേശം 8,281 കോടി രൂപയാണ് ഓഹരി വിപണിയിൽ നിന്നും മറ്റും സമാഹരിച്ചത്. ISROയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സാങ്കേതിക വിദഗ്ധരും ഉന്നത ശാസ്ത്രജ്ഞരും അടുത്തിടെ കൂട്ടത്തോടെ രാജിവെച്ച് ഇത്തരം സ്വകാര്യ കമ്പനികളിൽ ചേർന്നിരുന്നു. രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസി പതിറ്റാണ്ടുകൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത സുപ്രധാന സാങ്കേതിക വിവരങ്ങളും സൗകര്യങ്ങളും ഇതോടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനായാസം ലഭ്യമായി. പൊതുമേഖലാ സ്ഥാപനമായ ISROയെ ദുർബലപ്പെടുത്തി സ്വകാര്യ വ്യവസായികളെ സഹായിക്കാനുള്ള വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ 7 റോക്കറ്റുകളാണ് തയ്യാറായിട്ടുള്ളത്. നിർമ്മാണവും അസംബ്ലിംഗും പൂർത്തിയായ 7 റോക്കറ്റുകളും വിക്ഷേപണ അനുമതിക്കായി ശ്രീഹരിക്കോട്ടയിൽ കാത്തുകിടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം ISROയിൽ ഉണ്ടാകുന്നത്. ഈ വർഷം നടന്ന 3 കാർട്ടോസാറ്റ് പരമ്പര ഉപഗ്രഹങ്ങളും GSAT-1Aയും ഗഗൻയാൻ ടെസ്റ്റ് വിക്ഷേപണവും ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. എന്നാൽ കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അടുത്ത മാസത്തേക്ക് മാറ്റിയിരുന്ന ഗഗൻയാൻ ടെസ്റ്റ് EOS-05 വിക്ഷേപണ ഷെഡ്യൂളുകൾ പൂർണ്ണമായും പിൻവലിക്കേണ്ടി വന്നു. കേന്ദ്ര അനുമതി നിർബന്ധമാണ്. മുമ്പ് വിക്ഷേപണ തീയതി ISRO തന്നെ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാരിന് വിവരം കൈമാറുന്ന രീതിയായിരുന്നു. എന്നാൽ വിക്ഷേപണ പരാജയങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ വിക്ഷേപണങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയത്. അജിത് ഡോവലിന്റെ അന്വേഷണ റിപ്പോർട്ടും തുടർന്ന് വിദഗ്ധ സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പുറത്തു വരുന്നതോടെ ISRO ഉള്ളിലെ അട്ടിമറി നീക്കങ്ങളുടെ ചുരുൾ അഴിയുമെന്നാണ് നിഗമനം.